അപ്പോൾ ഷവോമിയുടെ സൈഡിൽ നിന്ന് പുതിയൊരു ഫോൺ കാണാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ Mi 11 ലൈറ്റ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഫൈനലി ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ സമയമൊന്നും കളയുന്നതിൽ ഞാൻ ആദ്യമേ എല്ലാം തന്നെ വീഡിയോക്കകത്ത് പറഞ്ഞുതരാം എന്തൊക്കെയാണ് ഈ ഫോണിന്റെ സ്പെസിഫിക്കേഷൻ ഒക്കെ. അപ്പോൾ ഈ ഫോണിന്റെ 2 വേരിയൻസ് ആണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ 4 വേരിയൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തപ്പോൾ അവർ 2 വേരിയൻസ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ 6GB RAM 128GB മോഡൽ, 8GB RAM 128GB വേരിയന്റും, പിന്നെ 6GB റാമിന്റെ വേരിയന്റ് നിങ്ങൾക്ക് 22K റുപ്പീസ് കിട്ടുന്നുണ്ട്. 21,999 റുപ്പീസ് ആണ് നമുക്ക് പറയാൻ പറ്റും. പിന്നെ 8GB RAM 128GBയുടെ വേരിയന്റ് നിങ്ങൾക്ക് 24K റുപ്പീസ് കിട്ടുന്നുണ്ട്. പിന്നെ നിങ്ങൾ HDFC കാർഡൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ 1500 രൂപയുടെ ഓഫേഴ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ പ്രീ ഓർഡർ ചെയ്യുകയാണെങ്കിൽ 1500 രൂപയുടെ ഓഫേഴ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 3000 രൂപയുടെ ഓഫറൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ HDFC കാർഡ് ഇല്ലെങ്കിലും നിങ്ങൾക്ക് 1500 രൂപയുടെ ഓഫറൊക്കെ കിട്ടും ഇപ്പൊ നിങ്ങൾ പ്രീ ഓർഡർ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും പ്രൈസിങ്ങിനെ പറ്റി. അപ്പോൾ ഈ ഫോണിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ എന്താണ് പുതിയതായിട്ട് ഷവോമി ചെയ്തതെന്ന്. ഇപ്പൊ നിങ്ങൾ ബാക്കി എല്ലാ ഷവോമി ഫോൺസ് നിങ്ങൾ നോക്കാം. ഇപ്പൊ നിങ്ങൾ Redmi Note 10 സീരീസ് ഒക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ സ്മാർട്ട് ഫോണിനകത്ത് ഷവോമി ഒക്കെ സ്പെസിഫിക്കേഷൻ ആ ഫോണിനകത്ത് കുത്തിക്കയറ്റി വെച്ചിരിക്കുകയാണ്. പക്ഷേ ഈ സ്മാർട്ട് ഫോണിനകത്ത് അതുപോലെ ഒന്നുമില്ല. ഇപ്പൊ സ്പെസിഫിക്കേഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ടുണ്ട്. സ്നാപ്ഡ്രാഗൺ 850 860 ഒക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ യൂസർ എക്സ്പീരിയൻസ് പോരെങ്കിൽ ആ ഫോണിന്റെ മൊത്തം കൊളായിക്കോളും. ഇപ്പൊ നിങ്ങൾ ഫോൺ യൂസ് ചെയ്യണം, അതിനകത്ത് ആഡ്സ് വരുവാണ്, ബഗ്സ് ഉണ്ട് അതിന്റെ UI-ക്കകത്ത്, പിന്നെ സോഫ്റ്റ്വെയർ പോരാ, ബിൽഡ് ക്വാളിറ്റി പോരാ. അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങൾ കാരണം നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊളാവുകയാണ്. ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഇപ്രാവശ്യം ഷവോമി നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവർ Mi 11 ലൈറ്റ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ Mi 11 ലൈറ്റിന്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ അതിന്റെ യൂസർ എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ റെഡ്മി സീരീസ് വെച്ച് നോക്കാം, റെഡ്മി സ്മാർട്ട് ഫോൺസ് വെച്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ Redmi Note 10 സീരീസ് നിങ്ങൾ നോക്കണം, അവർ സ്പെസിഫിക്കേഷൻ ഒക്കെ കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേ UI-ൽ ബഗ്സ് വരുന്നുണ്ട്, പല ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അവർ Mi 11 ലൈറ്റിൽ സോൾവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ Mi 11 ലൈറ്റിനകത്ത് നിങ്ങൾക്ക് ഹാർഡ്വെയർ ഒന്നും വലിയ ഹൈ എൻഡ് ലെവലൊന്നുമില്ല, പക്ഷേ സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ, ബിൽഡ് ക്വാളിറ്റി ഒക്കെ ആയിട്ട് അതൊക്കെ അവർ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം നിങ്ങൾ ഈ സ്മാർട്ട് ഫോണിന്റെ ഡിസൈൻ നിങ്ങൾ നോക്കണമെങ്കിൽ അത് Mi 11 X സീരീസ് പോലെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ Mi 11 ലൈറ്റ് Mi 11 X സീരീസിന്റെ ഡിസൈൻ പോലെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. നല്ല തന്നെ ഡിസൈൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഗ്ലാസ് ബാക്കുമായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. ഈ പ്രൈസ് റേഞ്ചിൽ നല്ല കാര്യം തന്നെയാണ്. പിന്നെ മെറ്റൽ ഫ്രെയിമും കൂടെയാണ്. അപ്പോൾ ഈ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ നല്ല ഡിസൈൻ തന്നെയാണ് ഈ സ്മാർട്ട് ഫോണിന്റെ ഒക്കെ. പിന്നെ Gorilla Glass 6ന്റെ സപ്പോർട്ടും ഒക്കെ ഉണ്ട് ഈ സ്മാർട്ട് ഫോണിനകത്ത്. പിന്നെ അപ്പോൾ അത് തന്നെയല്ല, ഈ സ്മാർട്ട് ഫോൺ സ്ലിമ്മും കൂടെയാണ്. ഈ സ്മാർട്ട് ഫോണിന്റെ തിക്നെസ് നിങ്ങൾ നോക്കുവാണെങ്കിൽ അത് 6.8 mm ആണ്. അപ്പോൾ സാധാരണ നിങ്ങൾ സ്മാർട്ട് ഫോൺസ് നോക്കുവാണെങ്കിൽ 7 mm ആണ്, 7.2 mm ഒക്കെയാണ്. പക്ഷെ ഇതിനകത്ത് 6.8 mm തിക്നെസ് നിങ്ങൾക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഫോൺ കൂടുതൽ സ്ലിമ്മും കൂടെയാണ്. അപ്പോൾ ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ബിൽഡ് ക്വാളിറ്റിക്കകത്തൊക്കെ. അപ്പോൾ അതോടെ നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോണിനകത്ത് IP53 റേറ്റിംഗ് കിട്ടുന്നുണ്ട്. അപ്പോൾ വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റന്റ് സപ്പോർട്ടൊക്കെ ഈ സ്മാർട്ട് ഫോണിനകത്തുണ്ട്. പക്ഷേ ഇത് IP67 ഒന്നുമല്ല, IP53 റേറ്റിംഗ് കിട്ടുന്നുള്ളൂ ഈ സ്മാർട്ട് ഫോണിനകത്ത്. ഈ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഈ IP53 ഒക്കെ. പിന്നെ ഈ സ്മാർട്ട് ഫോൺ അത് 157 ഗ്രാം ആയിട്ടാണ് വരുന്നത്. അപ്പോൾ 157 ഗ്രാമിന്റെ വെയിറ്റ് ആയിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. ലൈറ്റ് സ്മാർട്ട് ഫോൺ ആണ്, പിന്നെ ഇതിന്റെ സ്ലിം ഫോണും കൂടെയാണ്. ഓവറോൾ ഫീൽ ഈ സ്മാർട്ട് ഫോണിന്റെ നല്ല തന്നെയായിരിക്കും മറ്റേ ഫോൺസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പ്രൈസ് റേഞ്ചിനകത്ത്. ഇവർ കൂടുതൽ ഇപ്രാവശ്യം നോക്കിയിരിക്കുന്ന ഡിസൈനകത്തും UI-ക്കകത്തൊക്കെയാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പിന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ സൈഡ് മൗണ്ടഡ് ആണ്, ഇൻ ഡിസ്പ്ലേ ഒന്നുമല്ല, അതും നിങ്ങളൊന്ന് ഓർത്തോണം. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയെ പറ്റി എനിക്ക് പറയാനുള്ളത്. Mi 11 Xന്റെ അതേ ഡിസൈൻ തന്നെയാണ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ Mi 11 ലൈറ്റിനകത്തും. പിന്നെ ഒരു പ്രധാന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്മാർട്ട് ഫോണകത്ത് നിങ്ങൾക്ക് ഹെഡ്ഫോൺ ജാക്ക് ഒന്നും കിട്ടുന്നില്ല, അതും നിങ്ങളൊന്ന് ഓർത്തോണം. ഈ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ഹെഡ്ഫോൺ ജാക്ക് കിട്ടുന്നില്ല, പക്ഷേ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്, പക്ഷേ ഹെഡ്ഫോൺ ജാക്ക് ഇല്ല. ഈ ഒരു ഇഷ്യൂ കൂടെ ഉണ്ട് ഈ സ്മാർട്ട് ഫോണകത്ത്. അവർക്ക് വേണമെങ്കിൽ വെക്കാമായിരുന്നു, പക്ഷേ എനിക്ക് തോന്നുന്നു ആ ഫോണിന്റെ തിക്നെസ് കുറച്ചുകൊണ്ട് അവർക്ക് സ്പേസ് കിട്ടിയില്ലായിരിക്കും ഹെഡ്ഫോൺ ജാക്ക് ഒക്കെ വെക്കാൻ വേണ്ടി. അപ്പോൾ ഈ പ്രൈസ് റേഞ്ച് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാ ഫോൺസിലൊക്കെ വരാറുണ്ട്, പക്ഷേ ഇതിനകത്തില്ല. അപ്പോൾ ഇതൊരു ഡൗൺ സൈഡ് തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് ബോക്സിൽ ഡോങ്കിളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ Mi 11 ലൈറ്റ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഒരു സ്പെസിഫിക് ഓഡിയൻസിന് വേണ്ടിയുള്ള സ്മാർട്ട് ഫോണാണ്. പിന്നെ Redmi Note 10 സീരീസും സ്പെസിഫിക് ഓഡിയൻസിന് വേണ്ടിയുള്ള സ്മാർട്ട് ഫോണാണ്. ഇപ്പോൾ ഒരു സ്മാർട്ട് ഫോൺ പെർഫെക്റ്റ് ഒന്നുമല്ല, ഇത് വേറെ ടൈപ്പ് ഓഡിയൻസിന് വേണ്ടി സ്മാർട്ട് ഫോണാണ്. ഇപ്പോൾ പലവരൊക്കെ ഒപ്പോടെ വിവോയുടെ ഫോൺസ് മേടിക്കുന്നത് അവരുടെ ബിൽഡ് ക്വാളിറ്റി കാരണം, അവരുടെ ലുക്സ് ഒക്കെ കാരണമാണ്. പക്ഷേ ഇപ്രാവശ്യം നിങ്ങൾ ഷവോമിയുടെ Mi 11 ലൈറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആ ഫോണിന്റെ ലുക്സ് നല്ലതാണ്, പല കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നല്ലതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഓവറോൾ സ്പെസിഫിക്കേഷൻ തന്നെ വേണമെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ അത് ഞാൻ പറയുന്നത് Redmi Note 10 Pro Maxലോട്ട് പോകുന്നതായിരിക്കും. ഈ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് ആ ഫോണും കിട്ടുന്നുണ്ട്, അതിനകത്ത് സ്പെസിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ സ്മാർട്ട് ഫോണിനകത്ത് നിങ്ങൾക്ക് ഓവറോൾ ഇൻഹാൻഡ് ഫീല്, പിന്നെ ഓവറോൾ ലുക്ക്, ഇപ്പോൾ നോർമൽ യൂസേഴ്സിനൊക്കെ ഈ സ്മാർട്ട് ഫോൺ കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും Redmi Note 10 Pro Max ഒക്കെ വെച്ച് നോക്കാം. അപ്പോൾ ഇത് സ്പെസിഫിക് ടൈപ്പ് ഓഡിയൻസിന് വേണ്ടിയുള്ള ഒരു സ്മാർട്ട് ഫോൺ ആണ്, അല്ലാതെ ഇത് ഓവറോൾ ബെറ്റർ ഫോണൊന്നും ആയിട്ടല്ല ഞാൻ ഈ വീഡിയോക്കകത്ത് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഈ സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് 6.5 ഇഞ്ചിന്റെ
AMOLED ഡിസ്പ്ലേ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നല്ലത് തന്നെ സ്ക്രീൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. Gorilla Glass 5 സപ്പോർട്ടായിട്ടാണ് വരുന്നത്. HDR10 സപ്പോർട്ടാണ്. 90 ഹെർട്സിന്റെ നിങ്ങൾക്ക് റീഫ്രഷ് റേറ്റ് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. Redmi Note 10 Pro Max അത് 120 ഹെർട്സ് ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ അത് 90 ഹെർട്സേ ഉള്ളൂ. അതൊരു ഡൗൺ സൈഡ് ആണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ 90 ഹെർട്സ് കുഴപ്പമൊന്നുമില്ല. പക്ഷേ 120 ഹെർട്സ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. അവർക്ക് വേണമെങ്കിൽ 120 ഹെർട്സ് ഒക്കെ വെക്കാം. പക്ഷേ 90 കുഴപ്പമൊന്നുമില്ല ഈ സ്മാർട്ട് ഫോൺ അതൊക്കെ. അപ്പോൾ ഈ സ്മാർട്ട് ഫോണിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ HDR കണ്ടന്റും എല്ലാം വാച്ച് ചെയ്യണമെങ്കിൽ നല്ല കളേഴ്സിലൂടെ ആയിരിക്കും വരിക എന്നൊക്കെ ഷോമി പറഞ്ഞായിരുന്നു അവരുടെ ലോഞ്ച് ഇവന്റിനകത്ത്. ഇപ്പൊ നിങ്ങൾ Redmi Note 10 സീരീസ് നോക്കുകയാണെങ്കിൽ ഈ ഫോണായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഡിസ്പ്ലേയുടെ കളേഴ്സ് അതുപോലത്തെ സംഭവങ്ങളൊക്കെ ഈ Mi 11 ലൈറ്റ് ആയിരിക്കും ബെറ്റർ. പക്ഷേ ആ സ്മാർട്ട് ഫോണിൽ കൂടുതൽ റിഫ്രഷ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതുപോലത്തെ വ്യത്യാസങ്ങളൊക്കെ ഷോമി കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അത് തന്നെയല്ല ഈ സ്മാർട്ട് ഫോണിന്റെ AMOLED ഡിസ്പ്ലേ ഫ്ലെക്സിബിളും കൂടെയാണ്. അതും നിങ്ങൾ നോർത്തോളം. അപ്പൊ സാധാരണ നിങ്ങൾ ഈ പ്രൈസ് റേഞ്ചിലെ ഫോൺസിൽ വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് റിഗിഡ് ഡിസ്പ്ലേ ആയിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിനകത്ത് ഫ്ലെക്സിബിൾ ഡിസ്പ്ലേ ആണ്. ഇത് AMOLEDും കൂടെയാണ്. അതും കൂടെ നിങ്ങളൊന്ന് ഓർത്തോണം. അപ്പൊ ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഷോമി ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ കൂടുതൽ ബെറ്റർ കളേഴ്സ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് Redmi Note 10 Pro Max ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ. അപ്പൊ അതുപോലത്തെ സംഭവങ്ങൾ ഷോമി അവരുടെ ലോഞ്ച് ഇവന്റിനകത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് 10-bit ഡിസ്പ്ലേ ആണെന്നും അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നല്ല കളേഴ്സിലൂടെ ആയിരിക്കും വരുമെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും നല്ല ഡിസ്പ്ലേ തന്നെയാണ് ഈ സ്മാർട്ട് ഫോണകത്ത് ഷോമി യൂസ് ചെയ്തത്. അപ്പൊ നെക്സ്റ്റ് ഈ സ്മാർട്ട് ഫോണിന്റെ ചിപ്സെറ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് Snapdragon 860 ഒന്നും കിട്ടുന്നില്ല. ഇതിനകത്ത് നിങ്ങൾക്ക് ഹൈ എൻഡ് ചിപ്സെറ്റ് ഒന്നും കിട്ടുന്നില്ല. മീഡിയം തന്നെയാണ്. ഇതിനകത്ത് നിങ്ങൾക്ക് Snapdragon 732G ആണ് കിട്ടുന്നത്. അപ്പോൾ ഈ പ്രൈസ് റേഞ്ചിൽ കുഴപ്പമൊന്നുമില്ലെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഈ സ്മാർട്ട് ഫോണിന്റെ 5G വേരിയന്റ് കൂടെ ഉണ്ട്. അതവർ ഇന്ത്യയിൽ ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടില്ല. അതിനകത്ത് Snapdragon 780 നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അത് ബെറ്റർ ചിപ്സെറ്റ് ആണ്. പക്ഷേ ഷോമി പറഞ്ഞത് ഈ ഫോൺ നല്ലോണം ഹിറ്റ് അയക്കാൻ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആ ഫോൺ വേണമെങ്കിൽ അവർ ഇറക്കാമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഈ സ്മാർട്ട് ഫോൺ 4G വേരിയന്റ് ആണ്. 5G വേരിയന്റ് ഉണ്ട്. അതിനകത്ത് 780 ആണ്. 4G വേരിയന്റിനകത്ത് 732G ആണ്. അപ്പോൾ 732G നമുക്ക് പറയാൻ പറ്റും ഡീസന്റ് തന്നെയാണ് ഈ പ്രൈസ് റേഞ്ചിനകത്ത്. നിങ്ങൾക്ക് നല്ല ചിപ്സെറ്റ് തന്നെയാണ്. ഗെയിമിംഗ് പെർഫോമൻസ് നമുക്ക് പറയാൻ പറ്റും കുഴപ്പമൊന്നുമില്ല. പക്ഷേ കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. ഇപ്പൊ നിങ്ങൾ ഗെയിമിംഗ് തന്നെ വേണമെങ്കിൽ ഞാൻ എല്ലാ വീഡിയോസിനകത്തും പറയാനുണ്ട് Poco X3 Pro നല്ല ഓപ്ഷൻ തന്നെയായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് സ്മാർട്ട് ഫോണിന്റെ GPU ആണെങ്കിൽ Adreno 618 ആണ്. ഇത് 8nm ബേസ്ഡും കൂടിയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ സ്മാർട്ട് ഫോൺ 2 വേരിയന്റ്സിനകത്താണ് വരുന്നത്. 6GB റാമിന്റെ 8GB റാമിന്റെ 128GB മോഡലാണ്. പിന്നെ UFS 2.2 സപ്പോർട്ടുമായിട്ടാണ് ഈ സ്മാർട്ട് ഫോൺ വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഈ സ്മാർട്ട് ഫോണിന്റെ ക്യാമറാസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് 64 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ ആണ് കിട്ടുന്നത്. പിന്നെ 8 മെഗാപിക്സൽ അൾട്രാ വൈഡ് ക്യാമറ, പിന്നെ 5 മെഗാപിക്സലിലെ ടെലി മാക്രോ ക്യാമറ. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ടെലി മാക്രോ ക്യാമറ ഒക്കെ. പക്ഷെ ബേസിക്കലി ഇത് മാക്രോ ക്യാമറ തന്നെയാണ്. അപ്പോൾ അവർ ജസ്റ്റ് മാർക്കറ്റിംഗിനാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അവർ ജസ്റ്റ് പറയുന്നത് ടെലി മാക്രോ ക്യാമറയൊക്കെ. പക്ഷേ ഇത് ആക്ച്വലി മാക്രോ ക്യാമറ തന്നെയാണ്. അപ്പോൾ കുറച്ചുകൂടെ ഗിമിക്കൊക്കെ അവന് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയുള്ളത് ഇതിന്റെ ക്യാമറാസ് ഒക്കെ. ഇതിന്റെ ക്യാമറാസ് നമുക്ക് പറയാൻ പറ്റും നല്ലത് തന്നെയാണ്. 64 മെഗാപിക്സലിന്റെ മെയിൻ ക്യാമറ ആണ് കിട്ടുന്നത്. 4K റെക്കോർഡിംഗ് ഒക്കെ ഈ സ്മാർട്ട് ഫോൺ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഫ്രണ്ട് ക്യാമറ ആണെങ്കിൽ 16 മെഗാപിക്സലാണ്. 1080p വീഡിയോസ് ഒക്കെ ഈ സ്മാർട്ട് ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫ്രണ്ടില്. ഫോൺ നമുക്ക് ആക്ച്വലി യൂസ് ചെയ്താലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഇതിന്റെ ക്യാമറാസ് ഒക്കെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഷോമി ഫോൺസൊക്കെ ക്യാമറാസ് നല്ല തന്നെയാണ്. അവർ പ്രൈസിങ് കൂട്ടി പോകുമ്പോൾ നിങ്ങൾക്ക് ബെറ്റർ ക്യാമറാസ് കിട്ടും. അതാണ് ഷോമിയുടെ പോളിസി. ഇതൊക്കെ തന്നെയുള്ളത് ഇതിന്റെ ക്യാമറാസ് ഒക്കെ. അപ്പോൾ നോക്കാം എന്താവുന്നു. അപ്പോൾ ഫോണൊക്കെ നമ്മൾ യൂസ് ചെയ്താലേ ഇതിന്റെ ആക്ച്വലി നമുക്ക് ഇതിന്റെ ഫോണിന്റെ ക്യാമറാസ് ഒക്കെ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് സ്മാർട്ട് ഫോണിന്റെ ബാറ്ററിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് 4250 mAh ബാറ്ററി ബാക്കപ്പ് ആയിട്ടാണ് വരുന്നത്. പിന്നെ എല്ലാ ഷോമി ഫോൺസും പോലെ ഇതിനകത്ത് നിങ്ങൾക്ക് 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ബോക്സ് വരുന്നുണ്ട്. എല്ലാ ഷോമി ഫോൺസിനകത്ത് കാണാറുള്ളത് 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ. എനിക്കറിയത്തില്ല എന്താണെന്ന്. പക്ഷേ ഇത് കുഴപ്പമില്ലെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ തന്നെ ഉണ്ടെന്ന് ഇതിന്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ. ബാറ്ററി നമുക്ക് പറയാൻ പറ്റും നല്ല തന്നെയാണ്. അപ്പോൾ നെക്സ്റ്റ് സ്മാർട്ട് ഫോണിന്റെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ സ്മാർട്ട് ഫോൺ ജനിക്കപ്പോൾ തന്നെ ഇറങ്ങുന്നത് Android 11-നകത്താണ്. Android 11-നകത്താണ് ഔട്ട് ഓഫ് ദ ബോക്സ് ഇത് വരുന്നത്. പിന്നെ MIUI 12.5 ആണെന്ന് തോന്നുന്നു ഈ സ്മാർട്ട് ഫോൺ സപ്പോർട്ട് ചെയ്തത്. പക്ഷെ വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ Mi ഫോൺസിനകത്ത് നിങ്ങൾക്ക് ആഡ്സ് ഒന്നും കിട്ടാറില്ല. Redmi ഫോൺസ് വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു അഡ്വാൻറ്റേജ് കൊണ്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണെന്ന് തോന്നുന്നു ഷോമി ഈ സ്മാർട്ട് ഫോൺ ഇറക്കിയത്. ഈ സ്മാർട്ട് ഫോണിനകത്ത് നിങ്ങൾക്ക് MIUI കിട്ടുവാണെങ്കിൽ ഇതിനകത്ത് നിങ്ങൾക്ക് ആഡ്സ് ഇല്ല, ബ്ലോട്ട്വെയർസ് ഒന്നുമില്ല. അപ്പോൾ ആ ഒരു സംഭവം കൂടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ Redmi ഫോൺസ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ആഡ്സ് ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ സംഭവങ്ങൾ കാരണം ഒരു യൂസറുടെ എക്സ്പീരിയൻസ് കൊളാവുകയാണ്. അപ്പോൾ അതുപോലത്തെ സംഭവങ്ങൾ മീനകത്തൊന്നുമില്ല, പക്ഷേ Redmi ഫോൺസിനകത്തുണ്ട്. അപ്പോൾ അതുപോലത്തെ സംഭവങ്ങൾ ഷോമി ഇപ്പം നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതും നമുക്ക് പറയുമ്പോൾ നല്ല സംഭവം തന്നെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത് വേറെ ടൈപ്പ് ഓഡിയൻസിനെ പറ്റിയ ഫോൺസ് ആണ്. അല്ലാതെ എല്ലാവർക്കും പറ്റിയ ഫോൺസ് ഒന്നുമില്ല. ഇപ്പം നിങ്ങൾക്ക് നല്ല ഡിസൈൻ വേണം, നല്ല ലുക്സ് വേണം. ഒപ്പോയും വിവോയെക്കാളും പോകുന്നതിനേക്കാളും ഭേദം ഈ സ്മാർട്ട് ഫോണിലോട്ട് പോകുന്നതായിരിക്കും. പിന്നെ ബെറ്റർ സോഫ്റ്റ്വെയറിനെ പറ്റി എനിക്ക് പറയാനുള്ളത് സോഫ്റ്റ്വെയർ കുഴപ്പമില്ല, പക്ഷേ ആഡ്സ് ഇല്ലെങ്കിൽ MIUI എനിക്ക് ഇഷ്ടമല്ല. അത് വേറെ സംഭവം. ഇപ്പം നിങ്ങൾ MIUI ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്മാർട്ട് ഫോണിലോട്ട് പോകാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് റിയൽമിയുടെ സ്മാർട്ട് ഫോൺ പണ്ടൊക്കെ കൊള്ളായിരുന്നു. ഇപ്പം എനിക്കറിയില്ല Realme 8 സീരീസ് വെച്ച്. അപ്പോൾ അറിയത്തില്ല
എന്താണ് റിയൽമിയിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് MIUI ഇഷ്ടമാണെങ്കിൽ ഈ സ്മാർട്ട് ഫോണോട്ട് ഉറപ്പായിട്ടൊക്കെ പോകാം. ഇത് നല്ല ഓപ്ഷൻ തന്നെയായിരിക്കും. അല്ലെങ്കിൽ വേറെ സ്മാർട്ട് ഫോണോട്ട് പോകാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് ആഡ്സ് ഒന്നും കിട്ടാത്തതിൽ ആ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇതൊക്കെ തന്നെയായിരുന്നു ഈ ഫോണിനെ പറ്റി. ഇത് സ്പെസിഫിക് ടൈപ്പ് ഓഡിയൻസിനെ പറ്റിയ ഫോണാണ്. അപ്പോൾ ഇതേ ഉള്ളായിരുന്നു എനിക്ക് പറയാം. റെഡ്മി നോട്ട് 10 സീരീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതായത് സ്പെസിഫിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഗെയിമിംഗ് വേണം, സ്പെസിഫിക്കേഷൻ എല്ലാം തന്നെ വേണമെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ അത് റെഡ്മി നോട്ട് 10 സീരീസ് നല്ല ഓപ്ഷൻ തന്നെയായിരിക്കും. ഇതൊക്കെ തന്നെയാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.